എൻ്റെ ദൈവമേ, നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ എന്താ പറയുക, ചെളിയും മണ്ണും അടിച്ചു കൂട്ടണതല്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നെങ്കിലും മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഈ കഴിഞ്ഞ മഴയും ഒരു കാറ്റും, ഒരു വല്ലാത്ത കാറ്റായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ആ സമയത്ത് ഉണ്ടായ ഒരു ഒരു ചെറിയതല്ല, അത്യാവശ്യം വലിയൊരു ചെറിയ അപകടമാണ് ഈ കാണുന്നത്. മുകളിലത്തെ ഒരു 10 ഓട് പറന്ന് താഴത്തോട്ട് വീണു. അതുമാതിരി ഒരു ചുഴലിക്കാറ്റെന്നൊക്കെ പറയാം, അതുപോലത്തെ ഒരു കാറ്റായിരുന്നു. എൻ്റെ പൊന്നു, ഒരു 10 ഓട് ചുരുൾപടപടപടപടേന്ന് പറഞ്ഞു നല്ല ഒച്ചയും. പേടിച്ച ആകെ എന്താ സംഭവം എന്ന് മനസ്സിലാവേണ്ട, പേടിച്ചാകെ വരണ്ടു. എന്നിട്ട് ഇങ്ങനെ ആയി ഇപ്പോഴത്തെ അവസ്ഥ. മഴയും കാറ്റും കാരണം ഇതുപോലെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ഓരോന്ന് വരുമ്പോഴല്ലേ നമ്മളതിൻ്റെ വാല്യൂ മനസ്സിലാക്കാന്ന് പറയുന്നത്. ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനാണ് വന്നത്. എന്താണെന്ന് സംഭവിക്കേണ്ടതെന്ന് പോലും മനസ്സിലായില്ല. എന്തോ ഒരു ഗുരുത്തത്തിന് ആ മുകളിൽ നിന്നുള്ള ഓട് 2 പോയില്ല. അതും കൂടെ പോയിരുന്നെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകം മുഴുവനും നനഞ്ഞ് കഷ്ടമായേനെ. ആ താഴെ വെച്ചേക്കുന്ന TV ഒക്കെ നനഞ്ഞു പോയേനെ. ഇതിപ്പോൾ അവിടെ ആ മുകളിലത്തെ ഇവിടെ നിന്ന് ഇത്രയും ഒരു ഇതാണ് വന്നേക്കണത്. ഒരു ചെറിയ ഷീറ്റും പോലെ ഒരു ഓട് വന്ന് കൊണ്ടുവന്ന് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മഴയൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ ഒരു ചെറിയ ഹോളൊക്കെ വീടിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയുള്ളൊരു ടൈമും അതിന് മുമ്പ് മഴ പെയ്യാണ്ടിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ടേക്ക് കെയർ എന്നേ പറയുന്നുള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി കാണാം.